കായംകുളത്തെ വാൾ അത് മറിഞ്ഞും തിരിഞ്ഞും വെട്ടും. ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഇക്കുറി അത് വലത്തോട്ട് വെട്ടി പിടിച്ചെടുത്തിരിക്കുകയാണ് KPCCയുടെ വൈസ് പ്രസിഡന്റ് M. ലിജു. 4-ാം അംഗത്തിലെ അവസാനം വിജയം ഉറപ്പിച്ചു. എന്താണ് ഇനി ഭാവി? കായംകുളം വാൾ ചരിത്രപ്രസിദ്ധമാണ് എന്ന് പറഞ്ഞാൽ പഴയ ചെമ്പകശ്ശേരിയും കായംകുളവും ഒക്കെ തമ്മിലുള്ള യുദ്ധത്തിൽ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയ വെപ്പൺ എന്ന രീതിയിലാണ് കായംകുളം വാൾ ഉപയോഗിച്ചത്. രണ്ട് സൈഡിലും മൂർച്ചയുണ്ടെന്ന് പറഞ്ഞാൽ വളരെ നല്ല മികച്ച വെപ്പണാണ്. അപ്പോൾ അത് കായംകുളം ജനത ഉപയോഗിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും വളരെ സന്തോഷമുണ്ട്. ജനം ഒരു അവസരം നൽകിയതിന് ആണ് ഞാനതിനെ കണക്കാക്കുന്നത്. കേരളത്തിലാകമാനം UDFന് അനുകൂലമായൊരു മുന്നേറ്റമുണ്ടായി. ആലപ്പുഴ ജില്ലയിലും UDFനാണ് ഒരു മുന്നേറ്റമുണ്ടായത്. കായംകുളം ജനതയും കഴിഞ്ഞ 20 വർഷക്കാലമായി LDFന്റെ ഒരു നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഒരു നിയോജകമണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് എനിക്കൊരു അവസരം നൽകി. അത് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കൊപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരുടെ പിന്തുണ ലഭിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ UDF വോട്ടുകൾ മാത്രമല്ല ലഭിച്ചിട്ടുള്ളത്, എല്ലാവരുടെയും വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറഞ്ഞാൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ച് എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. 4-മതൊരിക്കൽ കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയായിരുന്നു. അപ്പോൾ ജനം തീർച്ചയായിട്ടും എന്നെ അംഗീകരിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. അത് കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പൊതുസമൂഹത്തോട് തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുള്ള ഒരു ജനപ്രതിനിധിയെ പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. M. ലിജുവിനെ പോലുള്ള ആളുകൾ മന്ത്രിസഭയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് അണികളും ജനങ്ങളുമുണ്ട്. അത്തരം ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ടോ? ഒരു തരത്തിലുമില്ല. ഇപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ച് അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ച് മന്ത്രിസഭകൾ കേരളത്തിൽ രൂപീകരിക്കുന്നത് ഇത് ആദ്യമല്ലല്ലോ. നിരവധി മന്ത്രിസഭകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ സമയത്ത് മുഖ്യമന്ത്രിയെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. മന്ത്രിസഭയിലേക്കും ഏറ്റവും ഉത്തരവാദിത്തമുള്ള കാര്യപ്രാപ്തിയുള്ള ആളുകളെ വരും. അതിൽ വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കോ അല്ലെങ്കിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കോ അവിടെ പ്രസക്തിയില്ല. ചിലർ ഫ്ലക്സ് വെക്കുന്നു, ആ ഫ്ലക്സുകൾ നശിപ്പിക്കപ്പെടുന്നു. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ അത്തരം സംഭവങ്ങൾ? ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ തന്നെ ഈ സമൂഹത്തിൽ വ്യക്തികൾ പലതരത്തിലുണ്ട്. ഒരു പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയ പ്രവർത്തകരും പലതരത്തിലുണ്ട്. പലരും ആരാധനയൊക്കെ പ്രകടിപ്പിക്കുന്നത് പലതരത്തിലുള്ള രീതിയിലായിരിക്കാം. പക്ഷെ പാർട്ടി ഇതിനെ സംബന്ധിച്ച് ഒരു ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വരും ദിവസം മുഖ്യമന്ത്രി അടക്കം തെരഞ്ഞെടുക്കും. അത് പാർട്ടിയുടെ കൃത്യമായ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് വെച്ചതായിരിക്കും എന്നാണ് M. ലിജു പ്രതികരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് S. സജിത്തിനൊപ്പം റിപ്പോർട്ടർ മനീഷ് മഹിബാൽ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.